ഇതാ രച്ചേച്ചി വല്ലതും കുത്തി കുറിച്ചായിരിക്കും. അപ്പൊ ഇവിടെ കേട്ടോ വായിക്കണം. തേങ്ങലുകൾ മഴ തോർന്ന നേരത്ത് പുഴയുടെ ഓരത്ത് അമ്മതൻ ചാരത്ത് ഒരു പിഞ്ചു പൈതലിൻ തേങ്ങൽ കേട്ടു. അതന്നെ എനിക്ക് ചോദിക്കണോ ചേച്ചി എന്ത് വൃത്തിയോടെ എഴുതി വെച്ചാണ്? ഞാൻ കംപ്ലീറ്റ് ആക്കാത്ത കവിത നിന്നോടാ എടുത്ത് വായിക്കാൻ പറഞ്ഞേ. ഇതാണോ കവിത? ബെസ്റ്റ്. എന്തോന്നത് മഴ പെയ്ത നേരത്ത് പുഴയുടെ ഓരത്ത് അമ്മ തന്നെ ഒക്കത്ത് എന്തോന്നത്? അത് ഞാൻ പ്രാസം ഒപ്പിച്ച് എഴുതിയതാ. പ്രാസം ഒപ്പിച്ച് എഴുതിയതാ. അങ്ങനെയാണെങ്കിൽ തീർത്ത് കുറെ വാക്കങ്ങൾ എഴുതാത്ത എന്ത്? വാഴത്ത്, സമ്പത്ത്, ആപത്ത്, എന്ത് അങ്ങനെ കുറെ വാക്കെടുത്ത് നിരത്തി വെച്ച് കവിത എഴുതാൻ എന്നെ കൊണ്ട് പറ്റൂല. നീ ഇപ്പൊ ഈ പറഞ്ഞതുണ്ടല്ലോ, അത് ഈ തെലുങ്ക് സിനിമയിലെ പാട്ടുകളൊക്കെ മലയാളത്തിലോട്ട് ഡബ് ചെയ്യില്ലേ, അവരോട് പോയി പറ. എന്തായാലും ചേച്ചിക്കാളും നന്നായിട്ട് അവര് കവിത ചെയ്തു. ചേച്ചി വെറുതെ അവരെ കളിയാക്കി നിൽക്കണ്ട. ഓഹോ, അപ്പൊ സ്വന്തം ചേച്ചിയായി ഞാൻ കവിത ചെയ്ത് നിനക്ക് കളിയാക്കി യാതൊരു കുഴപ്പമില്ല. ഞാൻ അവരെ കളിയാക്കിയാൽ നിനക്ക് കുഴപ്പമാണല്ലേ? കുഴപ്പമുണ്ട്. എന്തേ ഇനി ഞാൻ കവിത മേലെ നീ എടുത്തായിരുന്നല്ലോ. ഞാൻ എടുക്കും ചേച്ചി. ഞാൻ തലക്കടിക്കുന്നു. നീ കവിത എഴുതിക്കൊണ്ടിരുന്ന തന്നെ കൊണ്ടുപോയി അവിടുത്തെ കവിത ചെയ്തു. ഇവനല്ലേ അപ്പൂപ്പ മര്യാദയ്ക്ക് പ്രശ്നം ഉണ്ടാക്കാൻ വന്നത്? ചേച്ചിയല്ലേ? പോട്ടെ, നീ കടാ മര്യാദക്കില്ലേ. മക്കൾ പോയി അവിടെ ചെന്നിരുന്ന് കവിത ചെയ്തു പോ. ഇന്നല്ലേ പാൻ എടുത്തോ പോ. മഴ തോർന്ന നേരത്ത് പുഴയുടെ ഓരത്ത് ഞാൻ ആവശ്യമില്ലാത്ത വഴ കൂടുതലൊന്നും പോവില്ല കേട്ടാ. അപ്പൂപ്പനല്ലേ എടുത്ത് വായിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇങ്ങനെ ആവും ഞാൻ വിചാരിച്ചാ. മക്കള് പോയി ഞാൻ പോയിട്ട് കിടക്കട്ടെ. കിടക്കാൻ വന്നപ്പോണ് ഒരു കവിത. മഴ തോർന്ന നേരത്ത് രാവിലെ തന്നെ പേപ്പറും പേനായിട്ട് ഇറങ്ങിയല്ലേ? കവിത എഴുതി വല്ല അവാർഡും വല്ലതും വാങ്ങിക്കോ? അങ്ങനെ എണ്ണം കളിയാക്കാൻ നിൽക്കണ്ട. അവള് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും. ഈ ചെറുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങൾ എഴുതി വെക്കുന്ന ആൾക്കാരാണ് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ആയി തീരുന്നത്. അപ്പൊ അമ്മ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ എഴുതി കൂടുന്ന പൊട്ടത്തരാണെന്നോ? അങ്ങനെ ഞാൻ പറഞ്ഞു. പക്ഷെ അമ്മ പറഞ്ഞതിന്റെ അർത്ഥം അതാണേ. അങ്ങനെയാണോ? ഒന്ന് സപ്പോർട്ട് ചെയ്തപ്പോ തലേക്കറണോ? പോടി അവിടുന്ന്. വിഷു ചേട്ടാ, അതെ ബാലു സാറിന്റെ വേറെ നമ്പർ ഏതെങ്കിലും ഉണ്ടാവോ? എന്തേ എന്റെ കയ്യിലുള്ള നമ്പർ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അച്ഛനകപ്പോൾ ഒരു നമ്പറേ ഉള്ളൂ. ആണോ? സീനല്ല. എന്തുറ്റി? അല്ല, അത് നമ്മളവിടുന്ന് ഫ്രാഞ്ചൈസിക്കാർ വന്നിട്ട് കേബിൾ ഓഫീസിൽ ഇരിക്കുന്നുണ്ട്. അവരുടെ അടുത്ത് നിന്ന് ബാലു സാർ മുങ്ങിന്നൊക്കെ അവർ പറയുന്നത്, വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവരോട് പറ ബാലു എന്നിട്ട് വരാൻ പറ. അല്ല, അത് ഞാൻ പറഞ്ഞു നോക്കി. പക്ഷെ അവര് പറയുന്നത് കാശില്ലാത്തതുകൊണ്ട് ബാലു സാർ മുങ്ങിന്നൊക്കെയാ പറയുന്നത്. അങ്ങനെ കാശില്ലാതെ മുങ്ങണമെന്നൊന്നും അല്ല. അത് നമുക്ക് അറിയാലോ അങ്കളെ. പക്ഷെ അത് മാത്രമല്ലല്ലോ പ്രശ്നം. പിന്നെ വേറെ എന്തൊരു പ്രശ്നം? അതെ, മൊത്തം കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചാണല്ലോ ബാലു സാർ പോയത്. അപ്പൊ അതിന്റെ ഒരു ടെൻഷനായിട്ട്. നീ ഇതിനെ വെറുതെ ടെൻഷൻ അടിക്കണേ? അല്ല, അത് കുഴപ്പമില്ല. വിഷ്ണു എന്തി? ചേട്ടൻ ഓഫീസിൽ പോയി. ആണോ? എന്നാ ശരി. എന്നാല് എന്താ പറ്റിയ പറ. ഇല്ല, ഒന്നുമില്ല. ബാലു സാർ വിളിക്കുമ്പോ എന്നൊന്ന് വിളിക്കാൻ പറയണേ. മറ്റേ അവരുടെ കാര്യമല്ലേ പറയണേ? ബാലു വിളിക്കുമ്പോ ഞാൻ ബാലുവിനോട് പറഞ്ഞേക്കാം അവരൊന്ന് വിളിക്കാൻ. പ്രശ്നം തീർന്നില്ലേ? പറയണേ. ശരി, എന്നാല് പോണേ. ഞാനൊരു കവിത വെച്ചിട്ട് കുറെ വന്ന അടുക്കള ഒന്ന് വല്ല പണിയും ചെയ്യാൻ നോക്കുവച്ചേ. ഇനി അത് വെച്ച് വളരെ കൂടുതലോ പോ. അടുക്കള ചെന്ന് വല്ല പണിയെല്ലാം ഉണ്ടായിട്ടേ പോ. എന്താ രാവിലെ? മാമൻ പോയില്ലേ? ബാലു വന്നില്ല. ബാലു വന്നിട്ട് ഞാൻ പോണുള്ളൂ. അപ്പൊ അളിയൻ ഇവിടെ ഇല്ലേ? അവൻ ജോലിക്ക് പോയിരിക്കല്ലേടാ. ആണോ? ഞാൻ വിളിച്ചിട്ട് കിട്ടണില്ലേ, അതുകൊണ്ടാണ് ഞാൻ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നത്. എന്താ ചെയ്യാ? ചേച്ചി അളിയനെ അന്വേഷിച്ച് വന്നതാ. ഞാൻ എത്ര വിളിച്ചിട്ടും കിട്ടണില്ല. അപ്പൊ പിന്നെ ഇവിടെ ഉണ്ടാവുമെന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അളിയൻ ഇവിടെ പോയതാ. കേബിൾ ടിവിയുടെ ഓഫീസിലെ പയ്യനില്ലേ വിഷ്ണു, അവന് വന്ന് തിരക്കി വിളിച്ചിട്ട് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട്.
എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? അയ്യോ അതൊന്നുമല്ല, അച്ഛൻ ഈ വർക്കിന് പോയി കഴിഞ്ഞാൽ ഭയങ്കര സിൻസിയറിറ്റിയാണ്. അതുകൊണ്ടാണ് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കുന്നത്, ഡിസ്റ്റർബൻസ് ഉണ്ടാവാതിരിക്കാൻ. എടാ അപ്പൊ അച്ഛൻ ഇവിടെ ജോലി ചെയ്യുമ്പോഴോ ഫോണൊക്കെ ഓണാക്കി വെച്ചിട്ടാണോ ഇരിക്കാറ്? ആര് പറഞ്ഞു? അച്ഛൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് തന്നെ ഇരിക്കാറ്. ശ്രദ്ധിച്ച് നോക്കിയാൽ മതി കേട്ടാ. എന്തായാലും അളിയനെ വിളിച്ചിട്ട് കിട്ടണില്ല. നീ എന്തിനാ അവനെ വിളിക്കുന്നത്? ഞങ്ങൾ തമ്മിലുള്ള വിഷയവും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പറ. ഇത് വേറെ പ്രശ്നമുണ്ടെന്ന്. അതാണ്. എന്ത് പ്രശ്നമാണ്? എന്നോട് പറയാൻ പറ്റുമെങ്കിൽ പറ. അത് ചേച്ചി അളിയനോട് നേരിട്ട് പറയാനുള്ളതാ. അത് ഞാൻ പറഞ്ഞോളാം. എന്നാ നീ ഒരു കാര്യം ചെയ്യും, അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് എന്ത് പറ. പോ. എവിടെയാണ് അളിയൻ ജോലി ചെയ്യുന്നത്? എവിടെ? കോൺട്രാക്ട് വർക്കല്ല, അത് എവിടെയാണെന്നൊന്നും അറിയാൻ പറ്റില്ല. അത് അവരാരെങ്കിലും വിളിച്ച് ചോദിക്കണം. അപ്പൊ അളിയൻ ഇങ്ങോട്ടൊന്നും വിളിക്കാറില്ല? ചിലപ്പോൾ പറയും, ചിലപ്പോൾ പറയില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യണം, അളിയൻ ഇങ്ങോട്ട് വിളിച്ചാൽ അത്യാവശ്യമായിട്ട് എന്നെ വിളിക്കാൻ പറയണം കേട്ടോ. അപ്പൊ ഉറപ്പ് വെച്ചേക്കണം. ഡേയ് ആണെങ്കിൽ വല്ലതും കഴിച്ചിട്ട് പോടാ. ഇല്ല, നീ കഴിക്കാനും നേരെയില്ല, അത്യാവശ്യമായിട്ട് പോകണം കേട്ടോ. അപ്പൊ പ്രത്യേകം പറഞ്ഞേക്കണം കേട്ടോ, എന്നെ വിളിക്കണമെന്ന് പറയണം. അമ്മ ഓ അച്ഛനെന്താ അമ്മ ഫോൺ ഓണാക്കാത്ത? ആ കോൺട്രാക്ടർ ഒന്ന് വിളിച്ചു നോക്കിയമ്മേ. ശരിയാണ്. എടാ ആദ്യം കേബിൾ ടിവിയിലെ വിഷ്ണു ചേട്ടൻ വന്ന് അച്ഛൻ അന്വേഷിച്ചു. അത് കഴിഞ്ഞ് ജയന്തൻ ഞങ്ങൾ വന്ന് അന്വേഷിച്ചു. അങ്ങനത്തെ എന്തോ സംഭവം ഉണ്ടല്ലോ. എന്തു സംഭവം? അച്ഛൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ആൾക്കാർ അന്വേഷിച്ചു വരുന്നത്. എഴുതി അതുപോലെല്ലടാ, എനിക്കെന്തോ പേടി തോന്നുന്നു. ചേച്ചി എന്തിനാ ചേച്ചി പേടിക്കുന്നേ? ചിലപ്പോ അച്ഛന്റെ ഫോണിൽ ചാർജ് ചെയ്തിരുന്നാണെങ്കിലോ? ചാർജ് ചെയ്ത് കയറുമ്പോ അച്ഛൻ തിരിച്ചു വിളിക്കും. വിളിച്ചാ മതിയായിരുന്നു. നമ്മ കോൺട്രാക്ടറിനെ വിളിച്ചാ? വിളിച്ച് അയാളുടെ കൂടെ ഒന്നും അച്ഛൻ പോയിട്ടൊന്നുമില്ല, വേറെ ആരുടെ കൂടെ പോയിരിക്കണം. വേറെ ആരുടെ കൂടെ? എനിക്കെങ്ങനെ അറിയും? എവിടെയെങ്കിലും പോകുമ്പോൾ പറഞ്ഞിട്ട് പോകണം. അത് പണ്ടേ ഇല്ലല്ലോ. അച്ഛൻ്റെ അടുത്ത് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ, പുറത്ത് ജോലിക്ക് പോകുമ്പോ കൂടെയുള്ള ആരെങ്കിലും നമ്പർ തരണമെന്ന്. പറഞ്ഞാ കേക്കണ്ടേ? ഡാ നിനക്ക് അച്ഛനോട് വർക്ക് ചെയ്യുന്ന ആരുടെങ്കിലും പേരോ നമ്പർ എന്തെങ്കിലും അറിയോ? ഒരു ബൈജു ചേട്ടനുണ്ട്, അച്ഛനോട് എപ്പോഴും വർക്കിന് പോകുന്നയാ. അച്ഛൻ എപ്പോഴും പറയാറുണ്ട് അച്ഛൻ്റെ കാര്യം. അച്ഛൻ്റെ വീട്ടിലൂടെ ആലുമില്ല. അപ്പൊ ആ ചേട്ടനെ വിളിച്ചാ കാര്യം അറിയാം. നിനക്ക് ആ ചേട്ടന്റെ നമ്പർ കാണാന്നറിയോ? നമ്പറോ? ആ കാണാമെന്ന് പറഞ്ഞോളൂ. അച്ഛനെ വിളിക്കുമ്പോ എപ്പോഴും കണ്ടിട്ടുണ്ടെന്ന് മാത്രം. ഡാ നീ ആ നമ്പർ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ നോക്കി. ആ നമ്പറാ? ആ ഓർത്തെടുക്ക്, നീ നിന്നെ കൊണ്ട് പറ്റും. ആലോചിക്കും. 9 അമ്മ ഡയൽ ചെയ്യുമ്പോ 95 ഓർക്ക്. നീ പോയച്ചൊന്നും കിട്ടത്തൊന്നുമില്ല ചേച്ചി. അതൊക്കെ സിനിമയെ പറ്റും. ഇങ്ങനെ ഒരു തവണ കണ്ട നമ്പറും ലോറി നമ്പറും ഒക്കെ കുറച്ച് ഒറ്റ തവണ കണ്ടിട്ട് പറയാം. അല്ല പിന്നെ ചേച്ചി ഒരു കാര്യം ചെയ്യും, മുടിയും ചേട്ടൻ്റെ അടുത്ത് പറ. ചേട്ടൻ ചിലപ്പോൾ തപ്പി കണ്ടുപിടിച്ചു. അമ്മ മുടിച്ചാണ്ട് ഇപ്പൊ വരുമോ? ഉച്ചവരെ ഉള്ളൂ എന്ന് പറഞ്ഞു, ചിലപ്പോൾ ഉച്ചയ്ക്ക് വരും. അമ്മ അമ്മേനെ അച്ഛൻ അവസാനമായിട്ട് എപ്പോഴാ വിളിച്ചേ? ഇന്നലെ രാത്രി. എന്നിട്ട് എന്താ പറഞ്ഞേ? കിടക്കാൻ പോവാണോ, നാളെ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞു. വേറെ എന്തെങ്കിലും പറഞ്ഞോ? ആ വേറെ പറഞ്ഞു. എന്താ? ഗുഡ് നൈറ്റ് പറഞ്ഞു. ഗുഡ് നൈറ്റ് അല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? വേറെ ഒന്നും പറഞ്ഞൊന്നുമില്ല. പോടാ. അമ്മ അച്ഛന്റെ കൂടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും നമ്പർ അമ്മയുടെ ഫോണിലുണ്ടോ? ഇപ്പൊ അച്ഛനോട് ആരാ ജോലി ചെയ്യണമെന്ന് എനിക്കറിയില്ല. അച്ഛനെ ഇവിടെ അറിയാവുന്ന നവാസിന്റെ കൂട്ടുകാരെ വിളിച്ചു. നവാസങ്ങൾ വിളിച്ചു നോക്കി. വിളിക്കമ്മ. ബെല്ലടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്ത് ആരും ഫോൺ അറ്റൻഡ് ചെയ്യില്ലല്ലോ. കട്ടായി. ഒന്നും കൂടെ വിളിച്ചു നോക്കുമ്പോ. എന്തിനാ വിളിച്ചു നോക്കണേ? വെറുതെ ടെൻഷൻ അടിക്കുക, ഒരു പ്രശ്നം ഉണ്ടാവൂല. അത് നിങ്ങളെ കാണാത്തോണ്ട് ഇവിടെ എല്ലാവരും ടെൻഷൻ അടിച്ചു പോയി. അതുകൊണ്ടല്ലേ കിടന്ന് വിളിച്ചത്. ആ ഓ ആ ശരി. പിന്നെ ആ നമ്മളെ കേബിൾ ടി വിയിലെ ആ വിഷ്ണു ഉണ്ടല്ലോ, അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നേ. ആ അവിടെ ആരൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഒന്ന് അത്യാവശ്യമായിട്ട് അവനെ വിളിച്ചേക്ക്. ആ പിന്നെ ജയന്തൻ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ, കാണില്ല എന്നും പറഞ്ഞ്. ആ എന്തോ അത്യാവശ്യമാണ്, പെട്ടെന്ന് അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. ആ ഓ ആ ശരി. എന്നാൽ പിന്നെ ജയന്തൻ വിളിക്കിപ്പോ. ആ ശരി ശരി. എന്താ അമ്മ? അച്ഛൻ്റെ ഫോണിൽ ചാർജ് ചെയ്യിക്കാത്തതുകൊണ്ട് അച്ഛൻ അത് കംപ്ലൈന്റ് ആയി നന്നാക്കാൻ കൊടുത്തേക്കായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് വിളിച്ചിട്ട് കിട്ടാതെ. ആ പിന്നല്ലാണ്ട്. ബെസ്റ്റ്. ആ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അച്ഛൻ എന്താന്നാ വിളിക്കാണ്ടിരുന്നേ, ഫോൺ കംപ്ലൈന്റ് ആയതുകൊണ്ടായിരുന്നു. ഇപ്പൊ അതല്ല പ്രശ്നം. ഇപ്പൊ എന്താ പ്രശ്നം? ചന്ദ്രനങ്ങളെ കാണാനില്ലാന്ന്. ചന്ദ്രനോടെ പോയി? ആ എനിക്കറിയില്ല. ചന്ദ്രൻ എവിടെ പോവാ? ചന്ദ്രന്റെ പെങ്ങളെയും പെങ്ങളുടെ മക്കളെയൊക്കെ കാണാൻ പോയിട്ടുണ്ടാവും. അവിടെ പോവാൻ അവിടെ ഒന്നും ഇല്ലെന്ന് അന്വേഷിച്ച് നോക്കി. അവിടെ ഒന്നും ഇല്ല. നാട്ടിലുള്ള വീട്ടിലുള്ള പിന്നെ ഞങ്ങൾ അവിടെ പോവാനാ. അമ്മ ഈ ചന്ദ്രനങ്ങൾ വാടകയ്ക്കല്ല ഓട്ടോ എടുത്ത് ഓടിച്ചോണ്ടിരുന്നത്.
ഒരാഴ്ചയായിട്ട് ഓട്ടോ എടുക്കാൻ വന്നിട്ടില്ലാന്ന്. അപ്പൊ ചന്ദ്രങ്ങളുടെ ഒരു വിവരവും ഇല്ലേ? അമ്മ ഇപ്പൊ അതല്ല പ്രശ്നം. അച്ഛന്റെ കൂടെ എന്തോ ഒരു അത്യാവശ്യത്തിന് പോയിരിക്കണാണ് ചന്ദ്രങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് രാവിലെ തൊട്ട് എല്ലാരും അച്ഛനെ അന്വേഷിച്ച് നടക്കുന്നത് അല്ലേ? ആ അമ്മ ചന്ദ്രങ്ങൾ എന്തോ അപകടം പറ്റിയെന്നാണ് പെങ്ങൾ പറയണത്. അവർ മിക്കവാറും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുക്കും. കംപ്ലൈന്റ് കൊടുക്കട്ടെ ഏട്ടാ. അപ്പൊ പോലീസുകാർ ചന്ദ്രങ്ങളെ തപ്പി കണ്ടുപിടിക്കും, നമ്മുടെ പ്രശ്നം സോൾവ് ആവുകയും ചെയ്യും. ഓടി നടന്നു അപ്പോഴും പ്രശ്നമുണ്ടല്ലോ അമ്മ. ഇതിന്റെ ഇടയിൽ അച്ഛന്റെ പേരിലുണ്ട്, അച്ഛനെ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിപ്പിക്കില്ലേ? അയ്യോ, അതിന് അവരെന്തിനാ പോലീസ് സ്റ്റേഷൻ അച്ഛനെ വിളിപ്പിക്കണേ? അച്ഛൻ ജോലിക്ക് പോയിരിക്കല്ലേടാ, അച്ഛനെ വിളിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അത് നമുക്കല്ലേ അറിയുള്ളൂ. പോലീസുകാർ നോക്കുമ്പോ എന്താ, രണ്ടുപേരും നാട്ടിലില്ല, അതിനകത്ത് ഒരാൾ മിസ്സിങ്ങും. അപ്പൊ പ്രശ്നം വരുമ്പോ നമ്മുടെ അച്ഛൻ്റെ തലയിലും പ്രശ്നം വരില്ലേ? എന്റെ ഈശ്വര, ആവശ്യമില്ലാത്ത ഒരു ടെൻഷനും കൂടെ ആയി. ഇപ്പൊ എന്താ? ആ വിഷ്ണു, ഒരു കാര്യം ജയന്തനെ വിളിച്ചു പറ. ജയന്തനെ വിളിച്ചു കഴിഞ്ഞാൽ ജയന്തൻ പാർട്ടിക്കാരുടെ സഹായം നേടുമല്ലോ. ഈ കാര്യത്തിലൊക്കെ പാർട്ടിയുടെ സഹായം ഉള്ളത് നല്ലതാന്നേ. ഒന്ന് വിളിച്ചു പറ. വിളിക്കാം. പെട്ടെന്ന് വിളിക്കട്ടാ. പക്ഷെ എന്നാലും ഈ ചന്ദ്രൻ ഞങ്ങൾ എവിടെ പോയതാ? ഈ ചന്ദ്രൻ ഇതിന് അച്ഛന്റെ കൂടെ പോയെന്ന് പറഞ്ഞത്? അല്ല അമ്മ, ഇനിയിപ്പൊ അച്ഛൻ വല്ലതും വിളിച്ചോണ്ട് പോയി കാണൂ. അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഇപ്പൊ അമ്മയോട് ഫോണിൽ സംസാരിച്ചല്ലേ, അപ്പൊ പറയണ്ടല്ലേ? ആ അതെ, ഇല്ല, ആരും കൂടുതലായിട്ട് പറഞ്ഞതേ ഇല്ല. അങ്ങനെ ഇപ്പൊ ഉണ്ടായിരുന്ന, ഇപ്പൊ ചന്ദ്രൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചന്ദ്രന്റെ ഫോണിൽ അച്ഛനെ കൊണ്ട് വിളിക്കില്ലായിരുന്ന ഫോൺ കംപ്ലൈന്റ് ആയപ്പോ. വിഷ്ണുവേ, ആ പ്രസന്റ് ഈ ബാലു എൻ്റെ ഒരു അളിയനാണേ. ഇല്ലില്ല, കുഴപ്പമൊന്നുമില്ല, നല്ല മനുഷ്യൻ, ഒരു പ്രശ്നമില്ലാത്ത ആളാ. ആ ശരി, ഇല്ല കേസ്, ഒരു കേസ് നിലവിലില്ല, ഒരു പെറ്റി കേസ് പോലും പുള്ളിയുടെ പേരിലില്ല. ഇല്ല, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവിടെ വീട്ടുകാരൊക്കെ ആകെ പ്രശ്നമായിട്ടിരിക്കുക, പിള്ളേരും ചേച്ചിയൊക്കെ ആകെ പ്രശ്നമായിട്ടിരിക്കുക. അതാണ് എങ്ങനെ, അതുകൊണ്ടല്ലേ ഞാൻ പ്രഷർ ചെയ്യാം. ഓക്കെ, ഇല്ല നാട്ടുകാർക്കൊക്കെ വളരെ പ്രിയപ്പെട്ടവനാണ്. ആകെ ഇവിടെ വീട്ടിലാകെ ഒരു അന്തരീക്ഷമൊക്കെ ആകെ മോശമിരിക്കുകയാണ്. ഒന്ന് ശ്രമിക്കണം കേട്ടോ, ഒന്ന് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം കേട്ടോ. എന്ത് വേണമെങ്കിലും ചെയ്യാം, അതിൽ പ്രശ്നമൊന്നുമില്ല. ശരി ശരി, നോക്കണേ. ഇല്ല, അത് ആ കാര്യങ്ങളൊക്കെ പറയാം നമുക്ക്. ഇവനെ കൊണ്ട് നടക്കാനൊന്നുമില്ല, ഇവൻ ചുമ്മാ ഫോണും വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ഇറങ്ങും. അമ്മ ഒന്നും മിണ്ടായിരിക്കും പ്രസന്റ്, ഇതെന്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ഒന്ന് ശ്രമിക്കണം, പരമാവധി ശ്രമിക്കണം കേട്ടോ. ശരി, ഞാൻ പിന്നീട് വിളിക്കാം. ശരി. എന്താ ചെയ്യുന്ന? വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏയ്, ഇവന്റെ പ്രസിഡന്റ് അല്ലേ, കണക്ക് തന്നെ. മാമ ഈ സമയത്തെങ്കിലും എങ്ങനെ ഒന്ന് അംഗീകരിക്കും. അങ്കിൾ, എന്റെ ഒരു ക്ലയന്റിന്റെ ബ്രദർ DYSP ആണ്. ഞാൻ ആ വഴി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഒന്നും വേണ്ട, പ്രസിഡന്റ് പറഞ്ഞ ഒരു മാറ്റമില്ല, പുള്ളി ശ്രമിക്കും, അതിന് ഉറപ്പാ. ചേച്ചി, എന്താ വാസേ? ബാലുചേട്ടനോടെ കുറച്ച് ദിവസം ഇങ്ങോട്ടും മാറിന്നോളാൻ പറ. ബാലുദിനെ മാറിക്കണേ? ഓട്ടോക്കാരെ ആകെ ഇളകിയിരിക്കുകയാണ്. ചന്ദ്രനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ്റെ കാര്യം ആകെ പോക്കാണ്. ഓട്ടോക്കാരെ അറിയാല? നീ പറഞ്ഞ നേരാണോ? ജയന്തിനിക്ക് അറിയില്ല ഓട്ടോക്കാരാ. നവാസ അത്രയും പ്രശ്നമാണല്ലേ സംഭവം? അപ്പൊ മോനെ, നിന്റെ പരിചയത്തിലായിരുന്നു ഒന്ന് പറഞ്ഞല്ലേ? DYSP ഒന്ന് വിളിച്ചോ. അല്ലേ, എന്റെ പ്രസിഡന്റ് എല്ലാം ശരിയാക്കും പറഞ്ഞതാ. ചേച്ചി, ഇതേ നമ്മളൊരു പോലീസ് പ്രൊട്ടക്ഷൻ എടുത്തു വെക്കണം, നല്ലതാ. അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോയാലേ ചിലപ്പോൾ പ്രസിഡന്റ് ഒക്കെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആകെ കയ്യിൽ നിന്ന് പോയാൽ ആകെ അലമ്പാവും. അപ്പൊ അത് ചെയ്യാം. അല്ലെങ്കിൽ എന്റെ ഒരു കിട്ടുമ്പോഴത്തേക്ക് മിക്കവാറും പോലീസ് അച്ഛനെ പൊക്കാനാണ് ചാൻസ്. ചേച്ചി, ഒട്ടും പേടിക്കണ്ട, നമുക്കൊരു മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുക്കണം. സംഗതി മാൻ മിസ്സിംഗ് ആണേ, അതുകൊണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ നീക്കി വെക്കണം. മക്കൾ പേടിക്കണ്ട, വാ, നീ കൂടി വാ, ഞാൻ വക്കീലിനെ കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം, വിളിച്ചു പറയാം കേട്ടോ. ഓരോ തലവേദനകൾ ഉണ്ടാക്കി വയ്ക്ക്. നമ്മ ചായ കുടി. എന്തോന്ന് ലച്ചു, എനിക്കൊന്നും വേണ്ട. അമ്മ കൊറേ നേരമായില്ലേ അമ്മ, കുടിക്ക്. ഈ സമയത്താണോ ചേച്ചി ചായ കൊണ്ട് വരുന്നേ? എടാ, ഇവിടെ ഉള്ള ഒരു പട്ടിണിയാണെന്ന പ്രശ്നം സോൾവ് ആവോ? എന്നാ ചായ കുടി. ഇതേപോലെ ആര്യനാട് ഒരു ആട്ടോക്കാരുണ്ടായിരുന്നു, അവന്റെ പേര് രാഘവൻ എന്നാണ്. നമ്മ ഇതേപോലെ ഒരു സുപ്രഭാതത്തിൽ അവനെ കാണാതായി. എന്നിട്ടാ ചേട്ടനെ കിട്ടിയാ? കിട്ടി, 3-4 ദിവസം കഴിഞ്ഞ് അവിടുത്തെ പാറമടയിൽ ശവം അവന്റെ. ഇനി അതേപോലെ എങ്ങാനും ഇവിടെ നിർത്ത്. എന്താ നീ പറയാൻ പോണേ? ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത്? നമ്മൾ എല്ലാ വർഷവും നോക്കണം നീലു, തണ്ടും തടിയുള്ള ഒരു ചെറുപ്പക്കാരനെ കാണാതായിരിക്കുന്നത്. ഇനി അവ വല്ലതും. ചന്ദ്രൻ ഇങ്ങോട്ട് വന്നോളും, അണ്ണാ ആവശ്യമില്ലാത്ത വർത്താനം പറയാൻ നിൽക്കണ്ട. വരും കാത്തിരുന്നോ. അമ്മ അതെ, ജയന്ത, എന്താ ഈ ജാമ്യത്തിന്റെ കാര്യം? മുൻകൂർ ജാമ്യം കൊണ്ടൊന്നൊരു കാര്യം ഉണ്ടെന്ന് വെച്ചില്ലേ? എന്താണ് മുൻകൂർ ജാമ്യം കൊണ്ടൊന്നൊരു കാര്യമില്ലാന്ന് തോന്നുന്നു. അതെന്താ? ജംഗ്ഷനിലെ ആൾക്കാരൊക്കെ കൂടിയിരിക്കുക, ഓട്ടോക്കാരെ, അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരാനുള്ള പരിപാടിയാണ്.
അവരിങ്ങോട്ട് വരണോ? അവരെന്തിനും ഇങ്ങോട്ട് വരുന്നത്? ഇവിടെ ആരെങ്കിലും ഓട്ടം പോകാൻ പോകും. ഓട്ടം പോകാനൊന്നുമല്ല, ഓടിച്ചിട്ട് തല്ലാനാ. അതിന് ബാലു ഇവിടെ ഇല്ലല്ലോ. ഇത് കണ്ട് കാര്യമില്ല. അവർ പറയുന്നത് ബാലു സാർ ഓട്ടോക്കാരെ പേടിച്ചിട്ട് വീട്ടിനുള്ളിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. ആകെ പ്രശ്നമാണ് ചേച്ചി. അയ്യോ, ആകെ പ്രശ്നമായില്ലേ? എടാ ജയന്ത, നമുക്ക് ഇവരെല്ലാരും കൂടി നെയ്യാറ്റിങ്കര പോയാലാ? അത് വാഴക്കാല കടന്നു കിട്ടിയിട്ട് വേണ്ടേ നെയ്യാറ്റിങ്കര പോവാൻ. ഒരു പണി നടക്കില്ല. ഒരു രക്ഷയില്ല. വാഴക്കാലിൽ ഓട്ടോക്കാരെ ആകെ വളഞ്ഞിരിക്കണ്. ഞാൻ കണ്ടില്ല ഇത്രയും ജനങ്ങളാ. എന്റെ പൊന്നു, ഇനിയിപ്പോ എന്ത് ചെയ്യും? വരുന്നിടത്ത് വെച്ച് കാണാൻ ചേച്ചി. എന്തായാലും സാറിനോട് പറഞ്ഞേക്ക് ഇന്നും ഇങ്ങോട്ടും വരണ്ടാണ്. അതേ പ്രശ്നമാണ്. ജയന്ത്രകളെ കട്ടചായ ആണോ? വേണ്ട മോളെ, കാര്യങ്ങൾ ഇങ്ങനെയൊന്നും നോക്കട്ടെ. നമുക്കൊന്ന് പോയിട്ട് വരാവാ. ഇതിൽ തന്നെ പോവാ. ആകെ കുഴഞ്ഞ്. ആണുങ്ങളില്ലാത്ത സമയത്ത് വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, വകുപ്പ് മാറും. ആണുങ്ങളില്ലെന്നാ? അപ്പൊ ഞാൻ എന്തോന്ന്? നീയൊക്കെ ഇവിടെ ഉണ്ടായിട്ട് എന്താണ് പ്രയോജനം? ആഹാ, നിങ്ങളെല്ലാരും കൂടി തടഞ്ഞിട്ടല്ലേ? അല്ലെങ്കിൽ എന്റെ കോൺടാക്ട് വെച്ച് ചുറ്റിന് ആൾക്കാരെ കൊണ്ട് നിർത്തില്ലേ? അയ്യോ, ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു. ആ പരുതുമാമനെ കൊച്ചുക്കമാമനെ ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ മതി. ആ തുടങ്ങി. എന്തെങ്കിലും പറയാൻ കുറെ പതിനും പെൻസിലും കൊണ്ട് വരും. പോടാ അവിടെ നിന്ന്. പിന്നെ ഈ പ്രശ്നമൊക്കെ പള്ളിയിലെച്ച് വിളിക്കാൻ പറ്റൂലല്ലേ? അമ്മ എന്തേ? എന്തെന്ന്? എടി നീങ്ങളെ നോടാ, ആദ്യം കാര്യം പറയടി. പിന്നെ ഓട്ടോക്കാരെല്ലാവരോട്ട് പടയാളൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ എങ്ങനെ സമാധാനത്തോട് കാര്യം പറയും? ഓട്ടോക്കാര് പഴയാളേക്ക് വന്നേക്കണം. അമ്മ ഒന്ന് വേഗം വാ. വാ എല്ലാവരും വന്നേ. കനകം ചേച്ചി വെറും കനകമല്ല, മിസ്സിസ് കനകം ചന്ദ്രൻ. എന്തെല്ലാരും കൂടെ ഇങ്ങനെ അന്തം വിട്ട് നോക്കണത്? വെറുതെ നടന്ന് എൻ്റെ മനസ്സിലോട്ട് തീ കോരിയിട്ടത് നിങ്ങളെല്ലാവരും കൂടി തന്നെയല്ലേ? എന്നിട്ട് ഒരു ദിവസം ആയപ്പോഴത്തേക്ക് അതിൽ വെള്ളം കോരി ഒഴിച്ച് അണയ്ക്കുകയും ചെയ്തു. പക്ഷെ എൻ്റെ മനസ്സിലെ തീ അങ്ങനെ കെട്ടുപോണതായിരുന്നില്ല. ഞാൻ ഇവിടെ നിന്ന് നേരെ വണ്ടി പിടിച്ച് മധുരയിലോട്ട് പോയി. മധുരയിലോട്ട് പോയിട്ട് കനകത്തിനെ കണ്ട് കനകത്തിൻ്റെ അടുത്ത് എൻ്റെ ഇഷ്ടം പറഞ്ഞു. കനക സമ്മതിച്ചോപ്പോ? എന്നെ സമ്മതിക്കാതെ ഇവളിങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇവിടെ നിൽക്കൂ. അല്ല, അപ്പൊ കനകാന്റിയുടെ മുറയ മാമൻ സെൽവരാജ് മാമ அந்த மாமாவை
சந்திரனாவும் அவங்க ஃப்ரெண்ட்ஸுமா ജനകം. நீங்களே சொல்லுங்க. ആ ചേച്ചി, ഞാനും നമ്മുടെ ആട്ടോ ചങ്സ് ഫ്രണ്ട്സ് എല്ലാം കൂടി മധുരയിൽ പോയി അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി. അവനെ അങ്ങ് ഇടിച്ചുറക്കി. ഓ അപ്പൊ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് അവസാനിച്ച്. പിന്നെ ദൈവത്തിന്റെ സഹായം. അപ്പൊ ആന്റി അങ്കിളെ ഹാപ്പി മാരീഡ് ലൈഫ്. தேங்க்யூ. താങ്ക് യു, താങ്ക് യു. മാമ, ഞങ്ങൾ രണ്ടുപേരും ഒന്ന് അനുഗ്രഹിക്കണം. ആ നന്നായി വായി വെക്കണം. പറഞ്ഞതാണ് കേട്ടാ. ചന്ദ്ര, ആ. ഞാൻ ഇതേപോലെ കൈവച്ച് അനുഗ്രഹിച്ച ഒരാൾ മാത്രമേ ഉള്ളൂ. ആര്? എന്റെ ബാലു. കണ്ട നേരത്തെ നിൽക്കണ കണ്ട, അതാണ് ഐശ്വര്യം. മകളെ കയറി പിടിച്ചോട്ട് പോകത്ത് കരി. Yeah.